ഇന്ത്യൻ ഇരുചക്ര വാഹന വ്യവസായത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ ഒരു ബൈക്കിന്റെ കഥയാണ് ഇന്ന് ഹീറോ ഹോണ്ട CD100. ഇന്ത്യക്കാരന് ആ പേര് ഒരു മോട്ടോർ സൈക്കിൾ മോഡലല്ല, മറിച്ച് 1980കളിലും 90കളിലും വളർന്നു വന്ന മിക്ക ഇന്ത്യക്കാർക്കും ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു അത്ഭുതമാണ്. സ്കൂട്ടർ മാത്രമായിരുന്നു ഇന്ത്യയിലെ ഇടത്തരക്കാരുടെ അന്നത്തെ ആഡംബരം നിറഞ്ഞ ഏക യാത്രാ വാഹനം. സ്കൂട്ടർ ചെരിച്ചു പിടിച്ച് കഷ്ടപ്പെട്ട് കിക്കറടിച്ച് ഒരു ദിവസം ആരംഭിക്കേണ്ടി വന്നിരുന്നവരായിരുന്നു അന്നത്തെ ഓരോ ശരാശരി ഇന്ത്യക്കാരനും. സ്കൂട്ടറിൽ മാത്രം ഒതുങ്ങിക്കിടക്കുകയായിരുന്ന അവന്റെ പരിമിത സ്വപ്നങ്ങൾക്ക് ഉയർന്ന മൈലേജുള്ള ഒരു ബൈക്ക് കൊടുത്ത് അവന്റെ ജീവിതം മാറ്റിയ കമ്പനി, ആ കമ്പനിയുടെ പേരാണ് ഹീറോ. 1980കളുടെ തുടക്കം. ഇന്ത്യൻ വാഹന വിപണിയിൽ വലിയ മാറ്റങ്ങൾ വന്ന സമയം. 83-ൽ മാരുതി സുസുക്കിയുമായി ചേർന്ന 800 എന്ന ചെറിയ കാർ ഇറക്കി വിപണി ഇളക്കിമറിച്ചു. അപ്പോഴും ഇരുചക്ര വാഹന വിപണി സ്കൂട്ടറിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ബൈക്കെന്ന് പറയാൻ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, SD, രാജ്ദൂത് എന്നിങ്ങനെ ചുരുക്കം ബൈക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇടത്തരക്കാരായ ഇന്ത്യക്കാർക്ക് അതൊന്നും സ്വന്തമാക്കുവാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. അക്കാലത്ത് ബുള്ളറ്റ് സ്വന്തമാക്കുക എന്നത് ഒരു സ്റ്റാറ്റസ് സിംബൽ മാത്രമായിരുന്നു. സാധാരണക്കാരന്റെ വാഹനമായ സൈക്കിൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഹീറോ കമ്പനിക്ക് ഇടത്തരക്കാരന്റെ ജീവിതത്തെക്കുറിച്ച്, ജീവിത അവസ്ഥയെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈക്ക് വിപണിയിലേക്ക് എത്തുമ്പോൾ അത് സാധാരണക്കാരന് വേണ്ടി ആവണമെന്ന ഹീറോ ഉറപ്പിച്ചിരുന്നു. ബൈക്ക് നിർമ്മിക്കുന്നതിന് മുമ്പ് ഹീറോയുടെ മുതലാളി ബ്രിജ്മോഹൻലാൽ മുഞ്ചൽ മോപ്പഡുകൾ നിർമ്മിച്ച് വിപണിയിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. 83-ൽ ഹീറോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയുമായി ചേർന്ന് ബൈക്കുകൾ നിർമ്മിക്കുന്നതിന് പദ്ധതിയിട്ടു. 85-ൽ ഹീറോ ഹോണ്ട സംയുക്ത സംരംഭത്തിന്റെ ആദ്യ ബൈക്ക് ഹീറോ ഹോണ്ട CD100 ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലുള്ള കമ്പനിയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറങ്ങി. ആദ്യഘട്ടത്തിൽ പാർട്സുകൾ ഇറക്കുമതി ചെയ്ത് അസംബിൾ ചെയ്താണ് പുറത്തിറക്കിയത്. 85-ൽ ഇന്ത്യൻ മോട്ടോർ സൈക്കിളിന്റെ മുഖച്ഛായ മാറ്റിയ ഹീറോ ഹോണ്ട CD100 ഇന്ത്യയിലെ ആദ്യത്തെ 4 സ്ട്രോക്ക് ബൈക്ക്. 80 കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്ത CD100 ഇറങ്ങിയ ഉടൻ തന്നെ വിപണിയിൽ വൻ വിൽപ്പന നേടി. ഇന്ത്യയിലെ സാധാരണക്കാർ സ്കൂട്ടറുകൾ ഉപേക്ഷിച്ച് CD100 വാങ്ങുവാൻ തുടങ്ങി. ഇന്ത്യയിലെ സ്കൂട്ടർ വ്യവസായത്തിന് തന്നെ അന്ത്യം കുറിക്കുകയായിരുന്നു ഹീറോ ഹോണ്ടയുടെ CD100. കാര്യക്ഷമമായ എഞ്ചിൻ, മികച്ച മൈലേജ്, ഇവ രണ്ടും ഈ ബൈക്കിനെ മുന്നോട്ട് നയിച്ചു. ഹീറോ ഹോണ്ട CD100 ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിൽ കൊടുങ്കാറ്റായി മാറി. കുറഞ്ഞത് 2 പതിറ്റാണ്ടുകളോളം അത് റോഡുകൾ അടക്കി ഭരിച്ചു. മൈലേജിൽ ഭ്രമിച്ച് പലരും ബൈക്കുകൾ വാങ്ങി. ആ തീരുമാനം വെറുതെയായില്ല. ഉയർന്ന മൈലേജ് മാത്രമല്ല, കുറഞ്ഞ പരിപാലന ചെലവും ഈ ബൈക്ക് നൽകി. CD100ന്റെ പരസ്യ ക്യാമ്പയിനും ശ്രദ്ധേയമായിരുന്നു. ഹമാര ബജാജ് ഏറ്റു പാടിക്കൊണ്ടിരുന്ന ഇന്ത്യക്കാർക്ക് മുന്നിലേക്കാണ് ഹീറോയ്ക്ക് പരസ്യം ചെയ്യേണ്ടിയിരുന്നത്. സൽമാൻ ഖാനായിരുന്നു CD100ന്റെ പരസ്യത്തിൽ അഭിനയിച്ചത്. അന്ന് സിനിമാ സ്റ്റാർ ആയിരുന്നില്ല സൽമാൻ ഖാൻ. അതുകൊണ്ട് തന്നെ പരസ്യത്തിന്റെ ടാഗ് ലൈനാണ് CD100നെ ജനമനസ്സുകളിലേക്ക് എത്തിച്ചത്. ഫിൽ ഇറ്റ്, ഷട്ട് ഇറ്റ്, ഫോർഗെറ്റ് ഇറ്റ് എന്നതായിരുന്നു പരസ്യത്തിന്റെ ടാഗ് ലൈൻ. നിറയ്ക്കുക, അടയ്ക്കുക, മറക്കുക. 80 കിലോമീറ്റർ മൈലേജ്. പരസ്യത്തിലും അത് കൃത്യമായി എടുത്തു പറഞ്ഞിരുന്നു. കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്രവർത്തിച്ചു. ബൈക്കിന് അന്ന് വില 8000 രൂപയായിരുന്നു. CD100 എന്ന ബൈക്കിന് ഇന്ത്യൻ വിപണിയിൽ ഇരച്ചു കയറാൻ ഇതൊക്കെ മതിയായിരുന്നു. ഹോണ്ടയുടെ പരീക്ഷിച്ച് വിജയിച്ച 97cc 4 സ്ട്രോക്ക് എഞ്ചിനാണ് CD100ൽ ഉണ്ടായിരുന്നത്. 97cc 4 സ്ട്രോക്ക് എഞ്ചിനാണ് ബൈക്കിന് കരുത്തു പകർന്നത്. 7.5 bhpയും 7.2 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ബൈക്കിൽ 4 സ്പീഡ് ഗിയർ സിസ്റ്റം ഉണ്ടായിരുന്നു. ബൈക്കിന്റെ ഭാരം 103 കിലോഗ്രാം. ഹോണ്ടയുടെ എഞ്ചിൻ കരുത്തും ഹീറോയുടെ മാർക്കറ്റിംഗും CD100നെ മുന്നോട്ട് നയിച്ചു, ഒപ്പം ഹീറോ ഹോണ്ട എന്ന കമ്പനിയെയും. ബൈക്കിന്റെ പ്രധാന സവിശേഷതകൾ ഇവയായിരുന്നു: ലളിതമായ ഡിസൈൻ, ശക്തമായ ഒറ്റ സിലിണ്ടർ എഞ്ചിൻ, 4 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, അനലോഗ് ഇൻസ്ട്രുമെന്റ് കൺസോൾ, 18 ഇഞ്ച് വീലുകൾ, ഡ്രം ബ്രേക്കുകൾ. 89-ൽ ഹീറോ ഹോണ്ട സ്ലീക്ക് ഇറക്കി. അതിനുശേഷമാണ് ഹീറോ ഹോണ്ട CD100ൽ ഒരു അപ്ഡേഷൻ നടത്തിയത്. 6 വർഷം കഴിഞ്ഞ് 1991-ൽ CD100 SS. എഞ്ചിനിലടക്കം വലിയ മാറ്റങ്ങളൊന്നും CD100 SS-ൽ നടത്തിയില്ല. ഗ്രാഫിക്സിൽ മാത്രം ചെറിയ മാറ്റം വരുത്തി.
ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും കട്ടിയുള്ള പിൻടയറും CD100 SS-നെ CD100-ൽ നിന്ന് വേറിട്ട് നിർത്തി. 2 പതിറ്റാണ്ടുകൾ ഇന്ത്യൻ റോഡുകൾ അടക്കിവാണ CD100-ന്റെ ഉൽപാദനം 2004-ലാണ് ഹീറോ ഹോണ്ട നിർത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പരതി നോക്കിയാൽ കാണാം CD100-ന്റെ ഫോട്ടോയ്ക്ക് താഴെ അത് റീ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം, പഴയ ഓർമ്മകൾ സ്നേഹിക്കുന്നവരുടെ കമന്റുകൾ. CD100-നെ അങ്ങനെ ഒരു ഇന്ത്യക്കാരനും മറക്കുവാൻ കഴിയില്ല.